ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു യെല്ലോ ഫ്ലവർ ബൊക്യൂട്ടുമായിട്ടാണ്. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്രീപ്പ് പേപ്പർ, ഒരു വാർണിഷ് പേപ്പർ, പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. ഇനി നമ്മൾ ഇന്നറിൽ വെക്കുന്ന ഫ്ലവറിൻ്റെ പോർഷൻ നോക്കാം. ഒരു ടിഷ്യൂ പേപ്പർ റൗണ്ടായിട്ട് ഉരുട്ടിയെടുത്ത് അത് ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് ഫ്ലോറൽ വയർ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ വരും അപ്പോഴത്തേനും. ഇനി നമുക്ക് പെറ്റൽ പാറ്റേൺ നോക്കാം. നമ്മളതിനായിട്ട് ഒരു പീസ് പേപ്പർ വെട്ടിയെടുക്കുക. ഇതിനെ ക്രേപ്പ് പേപ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ പെറ്റൽസിൻ്റെ പാറ്റേൺ വെട്ടിയെടുക്കുക. ആദ്യം സ്ക്വയർ പോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ തുമ്പൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. തുമ്പ് ഷേപ്പ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിച്ച് വേണം ഷേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ പല ഷേപ്പിലായി പോവും. അപ്പോൾ അതൊന്ന് കെയർഫുള്ളായിട്ട് ചെയ്യുക. രണ്ട് സൈഡും ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാ അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഒരു റൗണ്ട് ഫോം, അതായത് ഫുൾ റൗണ്ട് ഫോം അല്ല, എന്നാൽ ഏകദേശം ഒരു റൗണ്ട് ഫോമിൽ കിട്ടും നമുക്ക്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വെട്ടിക്കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വരും. ഇനി നമുക്കതൊന്ന് നിവർത്തി കൊടുക്കാം. ഇനി നമുക്ക് ആ ബ്ലാക്ക് ഇൻസൈഡിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫ്ലവറിൻ്റെ ഷേപ്പ് ആകുന്ന വരെ പെറ്റൽസ് ഇങ്ങനെ ചുരുക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമുക്ക് വലിയ ഫ്ലവർ വേണമെങ്കിൽ വലുതായിട്ട് തന്നെ ഉണ്ടാക്കാം. അതോ ചെറിയ ഫ്ലവർ മതിയെങ്കിൽ ചെറുതായിട്ട് തന്നെ ചുറ്റിയാൽ മതി. സോ ഞാനൊരു മീഡിയം ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം റാപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും ഈ ഒരു സൈസിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം അതിൻ്റെ അടിഭാഗം. ഞാനിവിടെ ബൊക്കെ ആയിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 to 7 ഫ്ലവേഴ്സാണ്. അത് ഓരോ സ്റ്റിക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, ബൊക്കെ ഷീറ്റ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് റിബൺ യൂസ് ചെയ്ത് ഒന്നുകൂടെ റാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഇനി ജസ്റ്റ് ഫ്ലോറൽ വയർ യൂസ് ചെയ്തിട്ട് എല്ലാ ഫ്ലവേഴ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്യേണ്ടതൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ട്രാൻസ്പെറൻറ്റ് ബൊക്യൂട്ട് ഷീറ്റ് എടുക്കുക, ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അത് ബൊക്കെ റാപ്പിംഗ് ആണ് അതിന് വരുന്നത്. ബൊക്കെ റാപ്പിംഗ് ചെയ്തിട്ട് അതിൻ്റെ അടിവശത്ത് ജസ്റ്റ് റിബൺ യൂസ് ചെയ്ത് നല്ല സ്റ്റൈലിഷായിട്ട് ഒന്ന് ബോ റിബൺ ടൈപ്പ് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതാ ഇങ്ങനെ വരും. റിബൺ നിങ്ങൾക്ക് പലതരത്തിൽ കെട്ടാം. ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിക്കാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒക്കേഷനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബൊക്യൂട്ട് നമുക്ക് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.